എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സേ പരീക്ഷയുടെ ക്ലാസ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ റിവിഷൻ ക്ലാസ് ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ യൂണിറ്റിലും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റില് ഫസ്റ്റ് ചാപ്റ്റർ 3 L's ഓഫ് എംപവർമെന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാം വലിച്ചു വാരി പഠിക്കേണ്ടതില്ല, ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ആ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് നോട്ട് ചെയ്തു വെച്ച് വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് എന്തായാലും സ്വന്തമാക്കാം. ക്രിസ്റ്റീന ലഗാർഡ് എഴുതിയ ദ 3 L's ഓഫ് എംപവർമെന്റ്, ആക്ച്വലി ഇതൊരു സ്പീച്ച് ആണ് അല്ലെ. ഈ സ്പീച്ച് എവിടെയാണ് അവർ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രാധാന്യം എന്താണ്, ഈ സ്പീച്ചിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റീന ലഗാർഡ്. ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം, എന്തെല്ലാമാണ് ഈ ചാപ്റ്ററിൽ ഇവർ പറയുന്നത് എന്ന് നോക്കാം. 3 L's of Empowerment is a speech made by Christine Lagarde. 3 L's of Empowerment എന്ന് പറയുന്നത് ഒരു സ്പീച്ച്, ഒരു പ്രസംഗമാണ്. ഇത് മെയ്ഡ് ബൈ, ഇത് നടത്തിയിരിക്കുന്നത് ക്രിസ്റ്റീനെ ലഗാർഡെയാണ്. ക്രിസ്റ്റീനെ ലഗാർഡെ വാസ് ദ ഫസ്റ്റ് വുമൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ് ആൻഡ് ദ ഹെഡ് ഓഫ് IMF. ക്രിസ്റ്റീനെ ലഗാർഡെ IMF-ന്റെ ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള തലവൻ, അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ, ഫ്രാൻസിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഷീ സേസ് ദാറ്റ് 21st century ഫേസസ് മെനി ചാലഞ്ചസ്. 21ാം നൂറ്റാണ്ട് ഒരുപാട് ചാലഞ്ചുകൾ നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് 21ാം നൂറ്റാണ്ട് നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് ചോദിക്കാം. അപ്പൊ അതിന് ഉത്തരമാണ് നമ്മൾ താഴെ പറയുന്നത്. വിമൺ എംപവർമെന്റ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഓഫ് ദ സെഞ്ചുറി. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചാലഞ്ച്, വെല്ലുവിളി എന്ന് പറയുന്നത് വിമൻ എംപവർമെന്റ് ആണ്, സ്ത്രീ ശാക്തീകരണമാണ്. വിമൻ ഷുഡ് പ്ലേ ഗ്രേറ്റ് എക്കണോമിക് റോൾ ഇൻ മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിൽ, ആധുനിക ലോകത്ത് സ്ത്രീകൾ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, സാമ്പത്തിക കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം എടുക്കേണ്ടവരാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടവരാണ്. അപ്പൊ ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? 21st century വലിയധികം ചാലഞ്ചുകൾ നേരിടുന്നുണ്ട്. വിമൻ എംപവർമെന്റ് ആണ് ഏറ്റവും വലിയ ചാലഞ്ച്. സ്ത്രീകൾ എന്ത് ചെയ്യണം? എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് മറ്റു കാരണങ്ങൾ വിശദീകരിക്കുകയാണ്. ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് വുമൻ ബട്ട് ദർ എക്കണോമിക് കോൺട്രിബ്യൂഷൻ ലെസ് ദാൻ 50% എന്നാണ്. ഇപ്പൊ പോപ്പുലേഷനിലെ, ജനസംഖ്യയിൽ പകുതിയും സ്ത്രീകളാണ്, പക്ഷെ അവരുടെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, കോൺട്രിബ്യൂഷൻ, സാമ്പത്തികമായ അവരുടെ സംഭാവന എന്ന് പറയുന്നത് 50%-ത്തിലും താഴെയാണ്. ഇറ്റ് മെനി കൺട്രീസ് പെർ ക്യാപിറ്റൽ ഇൻകം വെരി ലോ. അപ്പൊ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ കുറഞ്ഞതുകൊണ്ടാണ് പല രാജ്യങ്ങളുടെയും പെർ ക്യാപിറ്റൽ ഇൻകം കുറയാനുള്ള കാരണം. ഓക്കെ, വി ക്യാൻ ചേഞ്ച് ദ സിറ്റുവേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിറ്റുവേഷൻ മാറ്റാൻ സാധിക്കും. വി ക്യാൻ ചേഞ്ച് ദി സിറ്റുവേഷൻ 3 L's ഓഫ് എംപവർമെന്റ്, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്ന് പറയുന്ന 3 L'സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ്? വിമൻ എംപവർമെന്റിലൂടെ, അതായത് 3 L's ഓഫ് എംപവർമെന്റ്. ഏതൊക്കെയാ 3 L's എന്ന് പറയുന്നത്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് അല്ലെ. ഈ മൂന്നെണ്ണമാണ് 3 L's. അത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പൊ ഈ 3 കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാം? വിമൻ എംപവർമെന്റ് സാധ്യമാക്കാം. അപ്പൊ നമ്മൾ സ്പീച്ച് എഴുതുമ്പോഴും റൈറ്റപ്പ് എഴുതുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് എഴുതണം? ക്രിസ്റ്റീന ലഗാർഡ് എന്താ പറഞ്ഞത്? വിമൻ എംപവർമെന്റ് നമുക്ക് സാധ്യമാക്കാം. എന്തിലൂടെ? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നിലൂടെ. ഓക്കെ, 3 L's എന്ന് പറഞ്ഞാൽ ലേണിംഗും ലേബറും ലീഡർഷിപ്പുമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ലേണിംഗ്, അതായത് എഡ്യൂക്കേഷന് വിമൻ എംപവർമെന്റിൽ എന്താണ് പ്രാധാന്യം? എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ് എഡ്യൂക്കേഷന് വിമൻ എംപവർമെന്റിൽ പ്രാധാന്യം എന്ന് റൈറ്റപ്പ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് നിർബന്ധമായും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അതിൽ എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം.
വിമൺ എംപവർമെന്റില് ലേണിങ്ങിനുള്ള പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനുള്ള പ്രാധാന്യം എന്ത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഓരോ പോയിന്റ്സും. ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വിമൺ എംപവർമെന്റ്. നമുക്ക് എഴുതാം, വിമൺ എംപവർമെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. വിമൺ എംപവർമെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ ആണ്. 2, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. എനി ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ, ഏതൊരു മാറ്റത്തിന്റെയും ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. 3, ലേണിംഗ് ഹെൽപ്പ് വിമൻ ടു ബ്രേക്ക് ദ ചെയിൻ ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ലേണിംഗ് ഹെൽപ്പ് വിമൻ, സ്ത്രീകളെ സഹായിക്കുന്നു എന്തിന്? ടു ബ്രേക്ക് ദ എക്സ്ക്ലൂഷൻ, അല്ലെ? മാറ്റി നിർത്തലുകളാണ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞത്. മാറ്റി നിർത്തലുകളെ തകർക്കാനും ഇല്ലാതാക്കാനും, വിവേചനം ഇല്ലാതാക്കാനും വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. ഇനി 3 കഴിഞ്ഞു. 4ാമത്തെ പോയിന്റ്, എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു റിയലൈസ് ദെയർ പവർ. വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ അവരുടെ പവർ, അവരുടെ കരുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനി 5ാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് വിമൻ ടു നോ ദെയർ റൈറ്റ് ആൻഡ് ഡ്യൂട്ടി. സ്ത്രീകൾ അവരുടെ റൈറ്റ്, അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഡ്യൂട്ടി എന്താണ് എന്ന് മനസ്സിലാക്കാനും അവരെ സഹായിക്കുന്നു, അല്ലെ? അടുത്ത പോയിന്റ്, എഡ്യൂക്കേഷൻ മേക്ക് വിമൻ സെൽഫ് സഫിഷ്യന്റ്. എഡ്യൂക്കേഷൻ സ്ത്രീകളെ സെൽഫ് സഫിഷ്യന്റ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത്, ഇറ്റ് ഹെൽപ്പ് റിയലൈസ് പൊട്ടൻഷ്യാലിറ്റി ആൻഡ് എബിലിറ്റി. സ്വന്തം പൊട്ടൻഷ്യാലിറ്റി, കഴിവുകള് തിരിച്ചറിയാൻ സ്ത്രീകളെ സഹായിക്കുന്നു. സ്വന്തം കഴിവുകള് തിരിച്ചറിയാൻ സഹായിക്കുന്നു. അവസാനം പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു പോയിന്റാ. ആഫ്രിക്കൻ അഡേജ്. അഡേജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോവർബ്, അല്ലെ? ഒരു ആഫ്രിക്കൻ പ്രോവർബിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങൾ ഒരു സ്ത്രീക്കാണ്, ആൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ നിങ്ങൾ അവനെ ഒരു പെർഫെക്റ്റ് മാൻ ആവാൻ സഹായിക്കുന്നു. നിങ്ങൾ ഒരു സ്ത്രീക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ നിങ്ങൾ ഒരു വില്ലേജിനെ എഡ്യൂക്കേറ്റ്, ഒരു ഗ്രാമത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഷുവർ ആയിട്ടും പഠിച്ചു വെക്കണം. റൈറ്റപ്പ് ആയിട്ട് ചോദിക്കുന്നതാണ് എഡ്യൂക്കേഷന്, വിമൻ എംപവർമെന്റിലെ പ്രാധാന്യം എന്ത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ലേബറിനുള്ള പ്രാധാന്യം എന്ത്, തൊഴിലിനുള്ള പ്രാധാന്യം എന്ത് എന്നാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ലേബർ ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വിമൻ എംപവർമെന്റ്. വിമൻ എംപവർമെന്റ് 2ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലേബർ ആണ്, അല്ലെ? പിന്നെയോ, ഇറ്റ് ഹെൽപ്പ് ഫ്ലോറിഷ് ആൻഡ് അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ. സ്വന്തം കഴിവുകള് അച്ചീവ് ചെയ്യാനും ഫ്ലോറിഷ് ചെയ്യാനും അവർക്ക് വളരാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ലേബർ, അല്ലെ? 3ാമത്തത്, ഇറ്റ് മേക്സ് ഹർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. തൊഴിൽ എന്ത് നൽകും? എക്കണോമിക് ഇൻഡിപെൻഡന്റ്, സാമ്പത്തികമായ സ്വാതന്ത്ര്യം നൽകും. തൊഴില് സാമ്പത്തികമായ സ്വാതന്ത്ര്യം നൽകും. 4ാമത്തെ പോയിന്റ്, പ്രസന്റ് വിമൻ ഗെറ്റ് ഓൺലി ലോ വേജ്, ലോ സ്റ്റേറ്റസ്, ലോ സെക്യൂരിറ്റി. അപ്പൊ ലേബർ ഫോഴ്സിൽ, വർക്ക് ഫോഴ്സിന്റെ ഭാഗമാകുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലോ സ്റ്റാറ്റസ്, ലോ വേജ്, കുറഞ്ഞ കൂലി, കുറഞ്ഞ തൊഴിൽ നിലവാരം, ലോ സെക്യൂരിറ്റി, അല്ലെ? കുറഞ്ഞ തൊഴിൽ സുരക്ഷിതത്വം എന്നിവയാണ്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. എക്കണോമിക് റോൾ ഓഫ് വിമൻ വിൽ ഇൻക്രീസ് പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ പെർ ക്യാപിറ്റൽ ഇൻകം ആര് വർദ്ധിപ്പിക്കും? സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കും. അതിനിടയിൽ നമ്മൾ ഒരു പോയിന്റ് പറയാതെ പോയി, ദിസ് ഷുഡ് ബി ചേഞ്ച്ഡ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അപ്പൊ സ്ത്രീകൾ നേരിടുന്ന പ്രോബ്ലംസ്, തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തുല്യ ജോലിക്ക് തുല്യ കൂലി. ഇതായിരിക്കണം നമ്മുടെ മോട്ടീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ മുദ്രാവാക്യം എന്തായിരിക്കണം? തുല്യ ജോലിക്ക് തുല്യ കൂലി, അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നെക്സ്റ്റ്, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ലോ ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്, പാരമ്പര്യ സ്വത്തവകാശം, ഇത് നിഷേധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാവരുത്. പാരമ്പര്യ സ്വത്തവകാശം നൽകുന്ന എന്തുണ്ടാവണം? നിയമങ്ങൾ ഉണ്ടാവണം. അതിൽ എന്തുണ്ടാവരുത്? ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് വിവേചനം ഉണ്ടാവരുത്. ലാസ്റ്റ് പോയിന്റ്, വിമൻ ഷുഡ് പ്രൊവൈഡ് ഹെൽത്ത് കെയർ ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി. സ്ത്രീകൾക്ക് എന്ത് ലഭ്യമാക്കണം? ക്രെഡിറ്റ് ഫെസിലിറ്റി, ലോണൊക്കെ കിട്ടാനുള്ള ഫെസിലിറ്റി ലഭ്യമാക്കണം. ആരോഗ്യ പരിചരണം ലഭ്യമാക്കണം. അപ്പൊ വർക്ക് ഫോഴ്സിന്റെ ഭാഗമാകുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രോബ്ലംസ് എന്താണ്? വർക്ക് ഫോഴ്സിലൂടെ വിമൻ എംപവർമെന്റ് എങ്ങനെ സാധ്യമാവുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ
പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പാർട്ടും ഒന്ന് നോക്കി വെക്കുക, സ്ത്രീകൾ നേരിടുന്ന പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷൻസും. ഓക്കെ, തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള ലീഡർഷിപ്പ് ആണ്. എന്താണ് ലീഡർഷിപ്പിനുള്ള പ്രാധാന്യം എന്നുള്ളത്? ലീഡർഷിപ്പ് എന്താണ്, അതായത് നേതൃനിരയിലേക്ക് സ്ത്രീകൾ വരുമ്പോൾ എന്തെല്ലാം പ്രത്യേകതയുണ്ട്? ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ലീഡർഷിപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് ആണ്. പിന്നെയോ ഇറ്റ് ഹെൽപ്പ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദർ എബിലിറ്റി ആൻഡ് ടാലന്റ്. സ്വന്തം ടാലന്റ്, കഴിവുകള് അതെന്ത് ചെയ്യാനും പൂർത്തീകരിക്കാനും നേടിയെടുക്കാനും അവരെ സഹായിക്കുന്നു. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് വിമൻ ടു മേക്ക് എ ഗുഡ് ഡിസിഷൻ. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്നു. എങ്ങനെയുള്ള തീരുമാനങ്ങളാ? ഡിസിഷൻ ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ, സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന സുസ്ഥിരതയോട് കൂടി, കമ്പാഷൻ അല്ലെ, സഹാനുഭൂതിയോട് കൂടിയൊക്കെ സ്ത്രീകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മേഖലകളിൽ, പലതരം മേഖലകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ലീഡർഷിപ്പിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്പീച്ചിന്റെ കൺക്ലൂഷൻ ആണ്. എന്താ സ്പീച്ചിലുള്ളത്? കൺക്ലൂഷനിൽ സംടൈംസ് വിമൻ ലാക്ക് കോൺഫിഡൻസ്. ചില സമയത്ത് സ്ത്രീകൾക്ക് എന്തുണ്ട്? ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ട് എന്ന. ദേ ഷുഡ് ചേഞ്ച് ദർ മൈൻഡ് സെറ്റ്. അപ്പൊ വിമൻ എംപവർമെന്റ്, സ്ത്രീകളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം? അവർക്ക് ആത്മവിശ്വാസ കുറവുണ്ട്, അപ്പോ ആ മൈൻഡ് സെറ്റ് മാറണം അല്ലെ. അവർക്ക് അനുകൂലമായി സംസാരിക്കണം. ദേ ഷുഡ് റെഡി ടു കം ഔട്ട് ഫോർ ദർ കംഫോർട്ട് സോൺ. അവരവരുടെ കംഫർട്ട് സോൺ, സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാവണം. ദേ ഷുഡ് ബി റെഡി ടു ഫേസ് ചാലഞ്ച്. വെല്ലുവിളികളെ നേരിടാൻ അവർ തയ്യാറാവണം. ദേ ഷുഡ് മേക്ക് എ ഡിഫറൻസ് ദ വേൾഡ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റും? വ്യത്യസ്തമായൊരു ലോകം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇഫ് വി ഡയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. എന്താണെങ്കിൽ ഇഫ് വി ഡയർ ദ ഡിഫറൻസ്, വ്യത്യസ്തരാവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ അല്ലെ, വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക്, ഇപ്പൊ മാർച്ചിൽ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. എങ്ങനെയാണ് വിമൻ എംപവർമെന്റിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? അപ്പോ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പോ, മത്സരിക്കേണ്ടി വരുമ്പോ, മത്സര മേഖലയിൽ അവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെ മാറ്റിയെടുക്കാം? എങ്ങനെ മാറ്റിയെടുക്കാം? ചേഞ്ച് ദ മൈൻഡ് സെറ്റ് അല്ലെ. അവരവരുടെ എന്ത് മാറ്റണം? മൈൻഡ് സെറ്റിന് മാറ്റം വരുത്തണം. അതുപോലെ അവര് കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങണം. ഫേസ് ദ ചാലഞ്ച്, ചാലഞ്ച് ഫേസ് ചെയ്യാൻ തയ്യാറാവണം. ദേ ഷുഡ് മേക്ക് ഡിഫറൻസ് ദ വേൾഡ്. ഇഫ് വി ഡയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ വ്യത്യസ്തരാവാൻ തയ്യാറായ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ വിമൻ എംപവർമെന്റിലെ 3Lസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഭാഗങ്ങൾ നമുക്ക് സ്പീച്ച് ആയിട്ട്, റൈറ്റപ്പ് ആയിട്ടും ചോദിക്കാം. അതുപോലെ ഇതിൽ വരുന്ന അഡേജ, പ്രോവർബ്, ഡിസ്ക്രൈബ്, ഡെസ്ക്രിപ്ഷൻ ചെയ്യാനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മുടെ ക്ലാസ്സിന്റെ PDF നോട്ട്സ് ആവശ്യമുള്ള ആളുകൾ ക്ലാസ് ചാനലിന്റെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് PDF നോട്ട്സ് ലഭിക്കും. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. പുതിയൊരു ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.